ക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ റോയി പാസ്റ്റർ കുടുംബം ഓർത്ത് കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സെന്ററിൽ പ്രവർത്തിപ്പാൻ കർത്താവ് അവസരം തരുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 2020 തൊട്ടുള്ള പരിചയമാണ് പ്രിയ ദേവദാസനുമായിട്ട്. 2019 കോവിഡ് തുടങ്ങുന്നത്. ആ സമയം തൊട്ട് 20 തൊട്ട് പ്രിയ ദേവദാസിനെ പരിചയപ്പെടുവാനും ഈ മീറ്റിംഗിൽ പലപ്പോഴും പങ്കെടുക്കുവാനും കർത്താവ് അവസരം തരുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു പ്രിയ ദേവദാസനാണ്. ഇന്ന് വരെ ഈ മീറ്റിംഗ് മുടങ്ങാതെ വളരെ ഗൗരവത്തോടെ അതൊട്ടും കുറയ്ക്കാതെ ഈ മീറ്റിംഗ് കൊണ്ടുപോകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസിന് അറിയാം, കൂടെ തുടങ്ങി ഒത്തിരി പേര് ഇന്ന് മീറ്റിങ്ങുകളൊക്കെ അവസാനിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇന്നലെ ഇരുന്ന് ഓർത്തു, ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ എന്തുമാത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കണം. പോസ്റ്റർ തയ്യാറാക്കണം, ദൈവദാസന്മാരെ വിളിക്കണം, പാട്ടുകാരെ അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം വളരെ വിശ്വസ്തയോടെ ഒന്നും കുറവില്ലാതെ പ്രിയ ദേവദാസൻ നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, ഇത്രയും പേര് കയറുന്നത് എല്ലാ ദിവസവും നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് വരും, ഇന്ന് കയറണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും പ്രിയ ദേവദാസന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒത്തിരി വിശ്വസ്തയോടെ പ്രത്യേകിച്ച് ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പ്രിയ ദേവദാസിനെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് പാട്ടുപാടി അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ലീഡ് ചെയ്യാനുള്ള ദേവദാസനം ഉണ്ടല്ലോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്, ഈ മീറ്റിംഗിൽ കയറുന്നത് ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്, ഒരു പദവിയാണ്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. അത് ഒരു അനുഗ്രഹമാണല്ലോ. നിങ്ങൾക്ക് സാഹചര്യം ഉള്ളവർ മാത്രം വീഡിയോ ഓൺ ചെയ്തേച്ചാൽ മതി. ഈ 2019 ഈ കോവിഡിന്റെ സമയമൊക്കെ നമ്മള് കടന്നുപോയവരാണ്. ആ സമയത്തൊക്കെ ആരാധനകൾ കൂടുതലായി ഓൺലൈനിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഒത്തിരി രസകരമായ സംഭവങ്ങൾ ഒക്കെ നമ്മൾ കണ്ടവരാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും ഒരു കാര്യം മാത്രം പറയാം. ഒരു ദിവസം സഭാരാധന നടക്കുകയാണ്, ഒരു ചർച്ചിൽ സഭാരാധന നടക്കുകയാണ്. അവിടുത്തെ ദേവദാസൻ ഒരു സഹോദരനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഭാരാധന നടക്കുകയാണ്, എല്ലാവരും വീട്ടിലാണ്. പെട്ടെന്ന് അവിടുത്തെ മോൻ വന്ന് സൗണ്ട് ഓൺ ആക്കുന്നതിന് പകരം വീഡിയോ ആണ് ഓൺ ആക്കിയത്. അന്നേരം അദ്ദേഹം കട്ടിലെ നല്ലതായിട്ട് കിടക്കുകയാണ്, ഡ്രസ്സ് ഉടുപ്പിടാതെ കിടക്കുകയാണ്. അന്നേരം ഓൺ ആക്കേണ്ട സൗണ്ട് അല്ലെങ്കിൽ ആ സ്വിച്ച് മാറിപ്പോയതാണ് പ്രശ്നമായത്. അതെല്ലാരും കണ്ടു. എന്ന് പറയുന്നത് പോലെ ഓൺ ആക്കാൻ കഴിയുന്നവർ മാത്രം നിങ്ങൾ ഓൺ ആക്കി വെച്ചാൽ മതി. ജോലിയിലോ ദേവദാസൻ പറഞ്ഞതുപോലെ വാഹനം ഓടിക്കുന്നവരുണ്ട്, വിവിധ ജോലിയിലായിരിക്കുന്നവരുണ്ട്. ഈ ഓണാക്കാൻ പറയുമ്പോൾ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇതിനകത്ത് അങ്ങനെ ആരും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ദിവസം എനിക്ക് ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഈ മീറ്റിംഗിൽ അവസരം തന്നു. അത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്. ഒരുമിച്ച് ചില ചിന്തകൾ വളരെ വേഗത്തിൽ ദൈവവചനത്തിന്റെ ചില ചിന്തകളിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായിരിക്കും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ബുക്കോ പേനയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നോട്ട് എഴുതുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വളരെ ആഴമായിട്ട് ആ നോട്ടുകളൊക്കെ എഴുതി കുറിച്ച് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തവരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നല്ലതുപോലെ പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അവസരം തന്നാൽ നല്ല രീതിയിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന്റെ വഴി എന്നുള്ളതാണ്. ദൈവത്തിന്റെ വഴി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച്, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിന്റെ വഴി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തയിലൂടെ പോയ ഒത്തിരി വാക്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ചിന്തകൾ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു കാണും. എങ്കിലും പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ എനിക്ക് തന്ന ചില നിയോഗങ്ങൾ, ചില ചിന്തകൾ വളരെ വേഗത്തിൽ ഞാൻ കടന്നു വരികയാണ്.
രണ്ട് വഴികളാണ്. ഒന്ന് ദൈവത്തിന്റെ വഴികളുണ്ട്, രണ്ട് മനുഷ്യന്റെ വഴികളുണ്ട്. നമുക്കറിയാം ദൈവത്തിന്റെ വഴികളുമുണ്ട്, മനുഷ്യന്റെ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. അന്നേരം ദൈവത്തിന്റെ വഴി എന്ന് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? ഈ നമ്മുടെ വീടിന് പുറത്ത് കാണുന്ന ഫിസിക്കൽ റോഡല്ല, ആണോ? അങ്ങനെയുള്ള റോഡല്ല. നമുക്കറിയാം നമ്മള് ചില വിഷയത്തിനകത്ത് അല്ലെങ്കിൽ കടബാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വീട്ടിലേക്ക് വരികയാണെന്ന് ചിന്തിക്കുക. ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നേ? അതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് എന്തില്ല, ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓടിപ്പോകാനുള്ള വഴിയല്ല, അത് അടയ്ക്കാനുള്ള ഒരു മാർഗം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ വഴി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ വിഷയത്തിനകത്തും നമ്മളെക്കുറിച്ച് എന്തുണ്ട്? ദൈവത്തിൻ്റെതായ ഒരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 139 സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, നമ്മൾ ഒരു ഫാമിലിയിൽ എത്തുന്നതിന് മുൻപേ, നമ്മൾ ഒരു സഭയിൽ എത്തുന്നതിന് മുൻപേ, നമ്മൾ ഒരു രാജ്യത്തെത്തുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഒരു പദ്ധതി എന്തുണ്ട്? അതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്തോത്രം. അന്നേരം എല്ലാ വിഷയത്തിനകത്തും എന്തുണ്ട്? ദൈവത്തിൻ്റെതായ ഒരു വഴി ദൈവം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ വഴി എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, റോഡിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ വഴി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറക്കാനുള്ള, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തുറക്കാനുള്ള ഒരു പാതയാണ്, ഒരു വഴിയാണ് നമ്മൾ ഈ വഴി, ദൈവത്തിന്റെ വഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മനുഷ്യന് പലപ്പോഴും വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യന് 6 കാര്യങ്ങൾ വെച്ചാണ് വഴികൾ അവന്റെ മുമ്പിൽ അവൻ തിരഞ്ഞെടുക്കുന്നത്. 6 കാര്യങ്ങൾ മനുഷ്യന്റെ വഴിയുടെ മുമ്പിൽ അവൻ തിരഞ്ഞെടുക്കും. 1, അവന്റെ കാഴ്ചയിൽ കാണുന്ന വഴിയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. 2, അവന്റെ അനുഭവം വെച്ചുള്ള വഴിയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. 3, യുക്തി കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. 4, വികാരങ്ങൾ എന്ന് പറഞ്ഞ പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സങ്കടത്തിലോ ഒക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്? വഴികൾ തിരഞ്ഞെടുക്കുന്നത്. 5, നല്ല സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് വഴികൾ തിരഞ്ഞെടുക്കുന്നത്. 6, പെട്ടെന്ന് നടക്കുന്ന വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. നോക്കിക്കേ, മനുഷ്യനെല്ലാം വഴികൾ തിരഞ്ഞെടുക്കുന്ന ഈ 6 കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ കാണും. ഇതിന്റെ പിന്നിൽ ഈ 6 കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഒരു വഴി തെരഞ്ഞെടുക്കുന്നതിൽ കാണും. എല്ലാവരും എന്റെ കൂടെ വരണേ. അന്നേരം ഈ വിഷയം വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വഴി തെരഞ്ഞെടുക്കുന്നത്, അല്ലെ? നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒരു വഴി തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കണ്ടതോ, നമ്മൾ അനുഭവിച്ചതോ, മറ്റുള്ളവരിൽ നിന്ന് കേട്ടതോ, അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വഴി തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വഴികൾ ഈ 6 കാര്യങ്ങൾ വെച്ചല്ല ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. സ്തോത്രം. അന്നേരം മനുഷ്യൻ ഈ 6 കാര്യങ്ങൾ വെച്ച് വഴി തെരഞ്ഞെടുക്കുമ്പോ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ ഈ 6 കാര്യങ്ങൾ വെച്ചല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്നേരം ദൈവം നമുക്ക് വഴി ഒരുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നാണ്. സ്തോത്രം. അന്നേരം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നാണ് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നത്? വഴി ഒരുക്കുന്നത് എന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ഇന്ന് പകൽ അത് വളരെ ആഴമായി വിശ്വസിച്ച് നമ്മൾ സ്തോത്രം പറയണം. എൻ്റെ കുടുംബത്തിനകത്തും എൻ്റെ തലമുറയ്ക്കകത്തും എൻ്റെ സഭയ്ക്കകത്തും എന്തുണ്ട്? ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. എൻ്റെ യുക്തിയോ എൻ്റെ ബുദ്ധിയോ എൻ്റെ കാഴ്ചയോ എൻ്റെ അനുഭവമോ പെട്ടെന്ന് ലഭിക്കുന്ന വഴിയോ അല്ല. എന്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ഇതാണ് വളരെ ആഴമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദൈവത്തിന്റെ വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ വഴിയുടെ ചില പ്രത്യേകതകൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. 5 പ്രത്യേകത. കാരണം നമ്മൾ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത അറിയണമല്ലോ. ആ ഭാഗത്തേക്ക് ഞാൻ വളരെ വേഗത്തിൽ വരികയാണ്. ദൈവത്തിന്റെ വഴിയുടെ 5 പ്രത്യേകതകൾ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് യെശയ്യാപ്രവചനം 55-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുക്കണേ. യെശയ്യാപ്രവചനം 55-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങൾ ആ വാക്യം കണ്ടോ? നിങ്ങൾ എല്ലാവരും ആ വാക്യം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അവിടെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത പറയുകയാണ്.
ദൈവത്തിന്റെ വഴി നമ്മുടെ വഴികളെക്കാൾ ഉയരമുള്ളതാണ്. എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ. അന്നേരം ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ വഴികളെക്കാൾ ഉയരമുള്ളതാണ്. ഈ ഉയരമുള്ള ഉണ്ട് അല്ലെങ്കിൽ ഉയരമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബൈബിൾ എന്താ മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ വഴികൾ എപ്പോഴും ഉയർന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നോട് ചേർന്ന് സ്തോത്രം പറയണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉയരമുള്ള വഴി ചിന്തിക്കുന്ന ഒരാളിനെയാണ് ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഏറ്റവും ഉയർന്ന വഴിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എൻ്റെ ചിന്തകളെക്കാൾ ഉയർന്നത് ചിന്തിക്കുന്ന, എൻ്റെ ചിന്തകളെക്കാളും എൻ്റെ ആഗ്രഹങ്ങളെക്കാളും എൻ്റെ വിചാരങ്ങളെക്കാളും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെ സഭയ്ക്ക് വേണ്ടിയും ഉയരമുള്ളത് ചിന്തിക്കുന്നത്, ഉയരത്തിൽ ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. അത് വളരെ ആഴമായിട്ടാണ് യെശയ്യാവ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, എന്റെ പ്രസംഗ വിഷയം അതല്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ജസ്റ്റ് പറഞ്ഞു വിടുകയാണ്. അന്നേരം ദൈവത്തിന്റെ വഴി ഉയരമുള്ളതാണ്. ഇനി രണ്ടാമത്തെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകതയാണ് യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. രണ്ടാമത്തെ വഴിയുടെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകതയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെയുള്ള വഴിയാണ്? സമാധാനത്തിന്റെ വഴിയായിരിക്കും കർത്താവ് തുറക്കുന്നത്. അന്നേരം ഒന്ന് ഉയരമുള്ള വഴിയാണ്, രണ്ട് സമാധാനത്തിന്റെ വഴിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴി എന്താണ്? സമാധാനത്തിന്റെ വഴിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദുഃഖം ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഏറ്റവും നല്ല പാതകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. ഇനി മൂന്നാമത്തെ വഴിയുടെ പ്രത്യേകതയാണ് സങ്കീർത്തനം 91-ന്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനം 91 അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അന്നേരം മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? കാവല്, സംരക്ഷണം നമ്മുടെ വഴിയിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിന്റെ വഴി ഉയർന്നതാണ്. രണ്ട്, സമാധാനത്തിന്റെ വഴിയാണ്. മൂന്ന്, അതിനകത്ത് എന്തുണ്ട്? സംരക്ഷണമുണ്ട്. ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ദൂതന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി കർത്താവ് വഴിക്കകത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഇനി നാലാമത്തെ പ്രത്യേകത പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഇനി നാലാമത്തെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വഴിയാണ്. സ്തോത്രം. അന്നേരം നമ്മൾ ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. അന്നേരം നാലാമത്തെ പ്രത്യേകതയാണ് ദൈവത്തിന്റെ വഴിക്കകത്ത് എന്തുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ഇതിനെ ഓരോന്നും എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവാത്മാവ് തന്ന ദൂതിലേക്ക് എനിക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വളരെ വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ഈ വഴിയുടെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകതയാണ് സങ്കീർത്തനം 18-ന്റെ 30-ാമത്തെ വാക്യം. സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ദൈവത്തിന്റെ വഴി എന്താണ്? തികവുള്ളതാണ്. തികവുള്ളതെന്ന് പറഞ്ഞ പെർഫെക്റ്റ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ദൈവം ഒരുക്കുന്ന വഴി എങ്ങനെയുള്ള വഴിയാണ്? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും തികവുള്ള ഒരു വഴിയായിരിക്കും കർത്താവ് ഒരുക്കുന്നത്. എല്ലാവരും എന്റെ കൂടെ വരണേ. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയുടെ 5 പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഉയരമുള്ള വഴിയാണ്. രണ്ട്, സമാധാനത്തിന്റെ വഴിയാണ്. മൂന്ന്, സംരക്ഷണത്തിന്റെ വഴിയാണ്. നാല്, ദൈവ സാന്നിധ്യത്തിന്റെ വഴിയാണ്. അഞ്ച്, തികവുള്ള വഴിയാണ്.
ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ആ വഴിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാത്തിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്റെ കൂടെ പറയണേ, സ്തോത്ര കർത്താവ്, എന്റെ വഴി നടന്നില്ലേലും ദൈവത്തിന്റെ വഴി എന്റെ കുടുംബത്തിനകത്ത് നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ എത്ര പേര് ഇതിനകത്തുണ്ട്? കർത്താവെ, ഞങ്ങളുടെ വഴികൾ നടക്കണമെന്ന് ആഗ്രഹമല്ല, എന്റെ അച്ചായന്റെ വഴി നടക്കണമെന്നല്ല, എന്റെ അമ്മാമ്മയുടെ വഴി നടക്കണമെന്നല്ല, എന്റെ മാതാപിതാക്കളുടെ വഴി നടക്കണമെന്നല്ല, എന്നെ കുറിച്ച് മറ്റുള്ളവർ വഴി നടക്കണമെന്നല്ല, അതിനൊക്കെ മുകളിലുള്ള ഉയരത്തിലെ ദൈവത്തിന്റെ വഴി എന്റെ കുടുംബത്തിനകത്തും എന്റെ തലമുറയ്ക്കകത്തും എന്റെ ദൈവസഭയ്ക്കകത്തും നടക്കണമെന്ന് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കാനുണ്ട്? ഹല്ലേലൂയ. എന്നിട്ട് ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി മുൻപോട്ട് പോകാൻ. എന്നിട്ട് ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ വഴി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് തുറക്കണം. സ്തോത്രം. എന്നാൽ ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ എല്ലാവരും ഇതിനകത്ത് കയറിയത് എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ ഇത്രയും ഈ സമയത്ത് എന്തെല്ലാം ജോലികളുള്ളപ്പം ഇതെല്ലാം മാറ്റി വെച്ച് ഇതിനകത്ത് കയറിയത് എന്തൊക്കെയോ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, എന്തൊക്കെയോ വഴികൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ വഴി നമ്മളിൽ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, എല്ലാവരും എന്റെ കൂടെ പറയണേ, ദൈവത്തിന്റെ വഴി നമ്മളിൽ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാൻ ഈ ഒരു ഭാഗം പ്രസംഗിക്കാൻ വേണ്ടിയാ ആദ്യത്തെ ഭാഗം എല്ലാം ഞാൻ പെട്ടെന്ന് ഞാൻ ഷോർട്ട് ചെയ്തത്. ഇനിയും തൊട്ട് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വളരെ വളരെ ഏകാഗ്രതയോടെ നിങ്ങൾ വരണം. അന്നേരം ദൈവത്തിന്റെ വഴി ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടു, കൈയടിച്ചു, സ്തോത്രം പറഞ്ഞു, ഞാനും ഇറങ്ങി, നിങ്ങളും ഇറങ്ങി, നല്ല മെസ്സേജ് ആയിരുന്നു, എനിക്കും ഇഷ്ടം, നിങ്ങൾക്കും ഇഷ്ടം, ഇത് പറയാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡേറ്റ് ഇട്ട് പ്രവചിച്ചു പോവുകയല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതങ്ങനെ തന്നെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നടക്കണമെങ്കിൽ ദൈവം വെച്ച ചില വ്യവസ്ഥകളുണ്ട്. എല്ലാവരും എന്റെ കൂടെ പറയണേ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതിൽ ഒന്നാമത്തത്, വളരെ ആഴമായി നിങ്ങൾ എഴുതിയിട്ട് ഇത് പഠിക്കുക. ഒന്നാമത്തത് സങ്കീർത്തനം 34-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എല്ലാവരും ആ ബൈബിൾ ഒന്ന് എടുത്ത്, സങ്കീർത്തനം 34-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വചനമാണ്. അത് ഇങ്ങനെ വായിക്കുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എല്ലാവരും എന്റെ കൂടെ വരണേ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വഴി നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെടാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കുക. സ്തോത്രം, സ്തോത്രം. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ മാത്രം പ്രസംഗിക്കുകയല്ല, നമ്മൾ ഒരുമിച്ച് പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കണം. അന്നേരം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയാണ്, അവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വളരെ ആഴമായിട്ട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും സമൃദ്ധിയാകണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ, കർത്താവിനെ അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. നിങ്ങൾ ആ വചനത്തിന്റെ ആഴമൊക്കെ വളരെ ആഴമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ പട്ടിണിയില്ലാതെ കിടക്കുന്ന ഒരു മൃഗം ഉണ്ടെന്ന് പറഞ്ഞ സിംഹത്തിന്റെ കുഞ്ഞുങ്ങളാ. കാരണം എന്താണെന്നറിയാമോ? അതിനനുസരിച്ച് അതിന്റെ തള്ള എന്ത് ചെയ്യുന്നറിയാമോ? അതിന് വേണ്ടുന്ന ആഹാരം കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കും. എന്നാൽ വചനം എന്താ പറഞ്ഞെന്നറിയാമോ? അത് പട്ടിണി കിടന്നാൽ പോലും നമ്മുടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമുണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പറയണം, ഞാൻ കർത്താവിനെ അറിയാൻ തുടങ്ങിയ നാള് തൊട്ട് എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഉയരത്തിൽ ഒരു കർത്താവുണ്ട്. അവൻ എനിക്ക് വേണ്ടി കരുതാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, ഈ നന്മകൾ തുറക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ അന്വേഷിക്കണം. ഇനി അവിടെ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെയാ കർത്താവിനെ അന്വേഷിക്കേണ്ടത്? ഞങ്ങൾ ഓൾറെഡി കർത്താവിനെ അന്വേഷിക്കുന്നവരാണല്ലോ, സ്തോത്രം. ഇനിയും എങ്ങനെയാ കർത്താവിനെ അന്വേഷിക്കേണ്ടത്? അതിനും വചനം തെളിവ് തരുന്നുണ്ട്. 3 കാര്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഒരു കാര്യം മാത്രം ഞാൻ എളുപ്പം പറയാം. നിങ്ങൾ വരണേ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുത്ത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയാ, സ്തോത്രം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. അവിടെ ആ ഭാഗത്തേക്ക് വരുമ്പോ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്, യെഹോശാഫാത്തിനെ കുറിച്ച് പറയുന്നതാണ്. യെഹോശാഫാത്ത് അവിടെ 3-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ കണ്ടോ? യഹോവയെ അന്വേഷിക്കാൻ ചെന്നു. സ്തോത്രം. യഹോവയെ അന്വേഷിക്കാൻ ചെന്നു, യഹോവയെ അന്വേഷിച്ചു. കണ്ടോ? നമ്മുടെ ചിന്ത മാറിപ്പോകരുത്. അന്നേരം ഇവിടെ യെഹോശാഫാത്ത് രാജാവ് പറയുകയാണ്, ദൈവത്തെ അന്വേഷിച്ചു, അല്ലെങ്കിൽ അന്വേഷിക്കാൻ ചെന്നു. എപ്പോഴാ അന്വേഷിക്കാൻ ചെന്നേ? അവിടെ വായിക്കുന്നുണ്ട് 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആ ഒറ്റ രാജ്യത്തിനെതിരെ 3 രാജ്യങ്ങൾ ഒരു വലിയ സമൂഹം പോലെ അവരെ എതിർത്ത് വന്നപ്പോ യെഹോശാഫാത്ത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തെ അന്വേഷിക്കാൻ ചെല്ലുകയാണ്. ഇതിനകത്തുനിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ പ്രതികൂലത്തിനകത്ത് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ ഒരു മനുഷ്യനോട് പറഞ്ഞാലോ, നമ്മുടെ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാലോ, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നവരോട് നമ്മൾ വിളിച്ചു പറഞ്ഞാലോ, മറ്റൊരു സാഹചര്യം വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ഓടിച്ചെന്ന് കാര്യങ്ങൾ അറിയിക്കാൻ നമ്മുടെ കർത്താവിന്റെ സന്നിധിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 3 രീതിയിലാണ്, ഞാൻ ആ ഭാഗത്തേക്ക് എളുപ്പം വരികയാണ്. 3 രീതിയിലാണ് യെഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിച്ചത്. അത് നിങ്ങൾ വായിക്കുന്നുണ്ട്. 1 അവിടെ വായിക്കുന്നു, ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും കണ്ടോ ആ വാക്യം? 2-ാമത്തെ വാക്യം, അവനെ ദൈവത്തെ അന്വേഷിക്കാൻ അവിടെ താല്പര്യപ്പെട്ടിട്ട് 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനുള്ള 1-ാമത്തെ വഴി എന്താണ്? പറഞ്ഞേ, ഉപവാസം പ്രസിദ്ധപ്പെടുത്തുക. ഇവിടെ നടക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന റോയി പാസ്റ്റർക്ക് എന്തോ കിട്ടാൻ വേണ്ടിയല്ല, നമുക്ക് കുറച്ച് സമയം കളയാൻ വേണ്ടിയല്ല, പിന്നെ നേരെ മറിച്ച് എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഓൺലൈനിൽ നിങ്ങൾ മീറ്റിങ്ങിനകത്ത് കയറിയത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഉപവസിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ യെഹോശാഫാത്ത് പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കാനുള്ള 1-ാമത്തെ വഴി എന്താ? ഉപവാസം പ്രസിദ്ധപ്പെടുത്തുക, ഉപവസിക്കുക. ഞാൻ പറയട്ടെ, ഇന്ന് ഉപവാസ പ്രാർത്ഥനകൾ വളരെ കുറവാണ്, ഉപവസിക്കുന്നവർ വളരെ കുറവാണ്. സ്തോത്രം, 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 സ്തോത്രം. നേരത്തെ സഭയുടെ അനുഗ്രഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരായിരുന്നെന്നറിയാമോ? ഉപവസിക്കുന്നവരുണ്ടായിരുന്നു, കരയുന്നവരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉപവാസം വളരെ പേരിന് മാത്രമായി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹമുണ്ടോ? ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാൻ തയ്യാറാണോ? ഞാൻ പറയട്ടെ, ഇതിനകത്ത് കയറുന്ന ഞാൻ ഉൾപ്പെടെ ദൈവദാസന്മാര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ, കൈവച്ചതുകൊണ്ടോ? നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചില ദൈവപ്രവൃത്തികൾ നടക്കത്തില്ല കേട്ടോ. എന്നാൽ നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ, ഒറ്റ മനുഷ്യരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇതിനകത്തിരിക്കുന്നവരോട് ദൈവാത്മാവ് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളെ കണ്ട് പുറകോട്ട് മാറാതെ
ഇന്ന് പകൽ ഉപവസിക്കാൻ ചിലർ തീരുമാനിക്കട്ടെ, ഉപവസിക്കാൻ ചിലർ തീരുമാനിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തെ തൊടാൻ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ എളുപ്പം അതിലേക്ക് ഞാൻ വരാം. ഇനി രണ്ടാമത്തെ കാര്യം, ഉപവാസത്തിനകത്ത് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാൻ താൻ എന്താ ചെയ്തേ? 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവൻ ആലയത്തിലേക്ക് ജനത്തെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താ? ആലയത്തിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആലയമില്ല, അല്ലെങ്കിൽ നമുക്കിപ്പം എല്ലാവരും വന്ന് ഇപ്പം 21 ദിവസം ആലയത്തിലല്ല മീറ്റിംഗ് നടക്കുന്നത്, സൂമിലാ മീറ്റിംഗ് നടക്കുന്നത്. എന്താ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്? കൂടിവരവിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റോയി പാസ്റ്റർ എല്ലാവർക്കും മെസ്സേജ് ഇട്ട് മീറ്റിംഗിൽ കയറണേ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ. ഇതിനകത്ത് ദൈവത്തെ അന്വേഷിക്കാൻ കയറിയവർക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ അടിവരയിട്ട് ഒരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകത്തില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം കൊണ്ട് നിങ്ങൾ ഇനി മുൻപോട്ട് പോകത്തില്ല. അതിനകത്ത് കർത്താവ് മറുപടി തരാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽ എന്നോട് ചേർന്ന് സ്തോത്രം പറഞ്ഞോണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കും അഴിക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ, ആർക്കും അഴിക്കാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ കണ്ടിട്ടാണ് ഈ മീറ്റിംഗിനകത്തേക്ക് കയറിയതെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചന ദൂത ഞാൻ കൈമാറി പറയുകയാണ്, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്യുമ്പോ, നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളെ അഴിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവോട് വളരെ വ്യക്തമായി പറയുകയാണ്. രണ്ടിവിടെ യെഹോശാഫാത്ത് പറയുന്നു, അവർ ആലയത്തിൽ വന്നു. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗിൽ കയറുന്നത് വെറുതെ അല്ല കേട്ടോ. കൂടിവരവൊന്നും വെറുതെ അല്ല. അതിനകത്ത് ദൈവത്തെ അന്വേഷിക്കാനുള്ള വഴിയാണ്. സ്തോത്രം. ഇതിനകത്ത് ഇപ്പൊ 51 ഡിവൈസ് ഉണ്ട്. 51 ഡിവൈസിലുള്ളവര് ഇതിനകത്ത് എന്താ ചെയ്യുന്നേ? അവര് കർത്താവിനെ അന്വേഷിക്കാൻ കയറിയവരാ. ഇന്ന് പകൽ അവരോടാ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഭാരപ്പെടണ്ട കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മയ്ക്ക് മുടക്കം കർത്താവ് വരുത്തത്തില്ല. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞോണേ. ഇതൊരു പ്രവചന ദൂതായി പരിശുദ്ധാത്മാവിൽ ഏറ്റെടുത്തോണേ. ഒരു ദിവസം പോലും മുടക്കാതെ മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഇതിനകത്ത് മീറ്റിംഗിൽ വളരെ വളരെ ഭക്തിയോടെ, ജോലിയോടുള്ള ബന്ധത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങൾക്കകത്ത് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഇതിനകത്ത് കയറിയത് ദൈവത്തെ അന്വേഷിക്കാനാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അങ്ങനെയുള്ളവർക്ക് ബാലസമൂഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരുന്നാലും നിങ്ങൾക്കൊരു നന്മയും എന്റെ കർത്താവ് മുടക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു, നിങ്ങൾക്കൊരു നന്മയും കർത്താവ് മുടക്കത്തില്ല. നിങ്ങൾക്കൊന്നും മുടക്കത്തില്ല. വഴി അറിയാതെ ഭാരപ്പെടേണ്ടി വരത്തില്ല. ജീവിതത്തിൽ എല്ലാം അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായാൽ ഇന്ന് വരെ കാണാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന്, ഉപവസിച്ചു. 2, അവർ ഒരുമിച്ച് കൂടി വന്നു, ആലയത്തിൽ കൂടി വന്നു, മീറ്റിംഗിൽ കൂടി വന്നു. സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, അതിന്റെ 5 തൊട്ട് താഴോട്ട് വാക്യം വായിക്കുന്നു. യെഹോശാഫാത്ത് ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ ആ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. ഇപ്പം പൊതുവായിട്ട് വായിക്കണ്ട, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അവിടെ യെഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. യെഹോശാഫാത്തിന് ഞാൻ ചോദിക്കട്ടെ, യെഹോശാഫാത്തെ, ദൈവത്തിന് അറിയത്തില്ലേ നിനക്ക് ചുറ്റും 3 ജാതികൾ വന്നെന്നും അവര് യുദ്ധത്തിന് വന്നെന്നും നിങ്ങളെ കൊല്ലാനാ വന്നതെന്നും ഒക്കെ കർത്താവിന് അറിയത്തില്ലേ? പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ കർത്താവിന് അറിയാം, എന്റെ തലമുറയുടെ കാര്യം മൊത്തം കർത്താവിന് അറിയാം, പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? സ്തോത്രം. യെഹോശാഫാത്ത് അവിടെ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ദൈവത്തിന്റെ മുൻപാകെ തുറന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തെ അന്വേഷിക്കാനുള്ള മൂന്നാമത്തെ പദ്ധതി എന്താ? മൂന്നാമത്തെ വഴി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുൻപാകെ
പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വഴി അടയ്ക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വഴി അടയ്ക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ എന്നോട് ചേർന്ന് സ്തോത്രം പറഞ്ഞോണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലമാണെങ്കിലും ഇന്ന് പകൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവിക വഴി കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങളാണ് യഹോവയെ അന്വേഷിക്കാൻ വേണ്ടി യഹോശാഫാത്ത് ചെയ്തേ. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? ഈ പ്രാർത്ഥിച്ച് ഈ 3 കാര്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി താൻ ചെയ്തപ്പോ അതിന്റെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്ന ഇങ്ങനെ, ദൈവാത്മാവ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവത്തെ അന്വേഷിക്കുന്നവരോടാ ദൈവത്തിന് സംസാരിക്കാനുള്ളത് കേട്ടോ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോടാ ദൈവത്തിന് സംസാരിക്കാനുള്ളത്, അവരോടാ ദൈവത്തിന് ഇടപെടാനുള്ളത്. അവിടെ വായിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ആത്മാവ് വന്നു, അവൻ പ്രവചിക്കാൻ തുടങ്ങി. അവൻ എന്താ പ്രവചിച്ചേ? നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറി പരിശുദ്ധാത്മാവ് ഞാൻ പ്രസംഗിച്ച് ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. ഇന്ന് പകൽ ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ച നിനക്ക് വേണ്ടി ദൈവം ചില മേഖലകളിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോശാഫാത്ത് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകം അതിനകത്തുണ്ട്. കർത്താവേ, ഈ ജാതി വന്നത് ദൈവം തന്ന അവകാശത്തിനകത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കാന്. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഈ വചനം പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, ചിലർക്ക് ദൈവം കൊടുത്ത നന്മകളെ, ദൈവം കൊടുത്ത തലമുറകളെ, ദൈവം കൊടുത്ത ജോലികളെ അതിനകത്ത് നിന്ന് പുറത്താക്കുമെന്ന്, നശിപ്പിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില അധികാരങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. അതിനകത്ത് നീ തൊടാതെ, നീ യുദ്ധം ചെയ്യാതെ, നിനക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവിന്റെ കരം ചില മേഖലകളിൽ ഇറങ്ങുകയാണ്. ഈ ജാതി വെളിപ്പെട്ടു വന്നത്, ഈ രോഗം വെളിപ്പെട്ടു വന്നത്, ഈ പ്രതികൂലം നിനക്കെതിരെ വന്നത് ദൈവം നിനക്ക് തന്ന നന്മയ്ക്കകത്ത് നിന്ന് നിന്നെ എടുത്തു കളയുമെന്നും നിന്നെ ശൂന്യമാക്കുമെന്നും അവിടെ നിന്ന് നിന്നെ പറിച്ചു കളയുമെന്നും ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തെ അന്വേഷിച്ചവർക്ക് വേണ്ടി ഇന്ന് പകൽ നിന്റെ കരമില്ലാതെ ദൈവത്തിന്റെ കരം ചില മേഖലകളിൽ ദൈവപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്നേരം ഈ ജാതി വന്നത് എന്തിനാ? ഇവരുടെ വാക്തത്വം ദൈവം കൊടുത്ത, എന്തോ പരിശുദ്ധാത്മാവ് ഈ വാക്കിനോട് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ പറയുന്നു കേട്ടോ. ദൈവം കൊടുത്ത ചില വാക്തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന ചില പൈശാചിക മേഖലയ്ക്കകത്ത് ഇന്ന് പകൽ നിങ്ങൾ ആത്മനിറവോടെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിയ നിങ്ങൾ ആത്മനിറവോടെ ഈ ദൂതിനകത്ത് സ്തോത്രം പറഞ്ഞോണം. ചിലയിടത്തു നിന്ന് നിങ്ങളെ പറിച്ചു കളയുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പറിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ചിലയിടത്ത് ദൈവാത്മാവ് ഉറപ്പിച്ചു നിർത്താൻ പോവുകയാണ്. ചില ദൈവപ്രവൃത്തിക്കകത്തേക്ക് ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ പോവുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു ദൈവസഭയ്ക്കകത്ത്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ തൊട്ടപ്പുറത്ത് ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ സഭയെ നോക്കി, അവിടുത്തെ ആൾക്കാരെ നോക്കി വെല്ലുവിളിച്ചു, ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സഭ ഇവിടെ നിന്ന് പറിച്ചു കളയും, ഇവിടെ നിന്ന് പൂർണ്ണമായി ഈ സഭയെ പറിച്ചു കളയും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് മന്ത്രവാദം ചെയ്തു. എന്നാൽ അനുഭവമാ കേട്ടോ, ഞാൻ കേട്ട സംഭവമാ, അറിയാവുന്ന സംഭവമാ, സ്തോത്രം. എന്നാൽ ആ സഭ ഇന്നുമുണ്ട്. എന്നാൽ ആ മന്ത്രവാദം ചെയ്ത വ്യക്തി ഇന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, നമ്മുടെ നന്മകൾക്കെതിരെ, ദൈവം തന്ന അധികാരത്തിനെതിരെ, ദൈവം തന്ന നന്മകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മേഖലയ്ക്കകത്ത് ഇന്ന് പകൽ ഞാൻ ആത്മനിറവോടെ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകണ്ട, നിങ്ങൾ സംസാരിക്കാൻ പോകണ്ട, നിങ്ങൾ ആരുടെ അടുക്കൽ നിവേദനം കൊണ്ടുപോകണ്ട. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുക, ഉപവസിച്ചു തുടങ്ങുക, ആരാധിച്ചു തുടങ്ങുക. ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി
അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്ര. കർത്താവിന്റെ മുമ്പിൽ ഈ 3 കാര്യങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് ചെയ്തത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് പാടി ആരാധിച്ചാൽ മതി. നിങ്ങൾ യുദ്ധമാ സാധാരണ ചെയ്യേണ്ടേ, ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. ഒരു 3 രാജ്യങ്ങൾ വരുമ്പോ, യുദ്ധത്തിന് വരുമ്പോ അവരുടെ മുമ്പിൽ പാട്ടുപാടി ആരാധിക്കാനല്ല, അവരോട് യുദ്ധം ചെയ്യണം. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കേട്ടോ, ഞാൻ ചെയ്തോളാം. ആ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. നിങ്ങൾ ഉപവാസം വിവരസിദ്ധപ്പെടുത്തി, നിങ്ങൾ ആലയത്തിൽ വന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി, നിങ്ങൾ അങ്ങ് ആരാധിച്ചോ. നിങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പാടി ആരാധിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ശത്രുവിനോട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തൊരു പ്രവചന ദൂത ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന സമയത്തിന് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന നിങ്ങളുടെ നന്മകളെ ഓടിച്ചു കളയാൻ, നിങ്ങളുടെ അവകാശങ്ങളെ പിടിച്ചു പറിക്കാൻ എഴുന്നേറ്റ് വരുന്ന ചില പൈശാചിക മേഖലയോട് ഇന്ന് പകൽ കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടിനകത്ത് ഞാൻ പറയുന്നു, ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ചില മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. മക്കൾക്ക് അവകാശം കൊടുക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പകൽ കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. അർത്ഥമാനകൾ കടകജാലക ശബ്ദജലാധര. ദൈവത്തിന്റെ വഴി തുറക്കപ്പെടാൻ 3 കാര്യങ്ങളാ ഇവിടെ അന്വേഷിക്കുക എന്നുള്ള വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞേ. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കാം? 1, ഉപവസിക്കുക. 2, മീറ്റിംഗിൽ വരിക. 3, അല്ലെങ്കിൽ അവിടെ ആലയത്തിൽ വന്നു മീറ്റിംഗിൽ വരിക. 3, പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കർത്താവിന് വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. കർത്താവ് ഇന്നതുപോലെ ചെയ്യണം, ഇന്നടത്ത് ചെയ്യണം, ഇന്ന വഴി കൂടെ ഇതൊന്നും നമുക്ക് കർത്താവിന് പറഞ്ഞു കൊടുക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത കർത്താവിന്റെ ഭാഗം കർത്താവ് ചെയ്തോളൂ. ഓ ജീസസ്, സ്തോത്രം, സ്തോത്രം. അതൊരു 1ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വന്നുള്ളൂ. ദൈവത്തിന്റെ വഴി തുറക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ അന്വേഷിക്കുക. സ്തോത്രം. അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വഴികൾ കർത്താവ് തുറന്നിരിക്കും. ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിൽ തന്ന നിയോഗത്തിനകത്ത് പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളുടെ പാതകളെ നേരെയാക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. ഇന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇനിയും പറയാൻ കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. സ്തോത്രം. നാളെയും ഈ വിഷയം, അടുത്ത വർഷവും ഈ വിഷയം, അടുത്ത മാസവും ഈ വിഷയം പറയാൻ കർത്താവ് അനുവദിക്കത്തില്ല. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കാൻ പോവുകയാണ്. ഒറ്റ വ്യവസ്ഥ, കർത്താവിനെ അന്വേഷിക്കുക. ഇനി 2ാമത്തെ കാര്യത്തിലേക്ക് എന്റെ കൂടെ വരണേ. സ്തോത്രം. അന്നേരം 1, ദൈവത്തെ അന്വേഷിക്കുക. 2, സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോ, സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. 2ാമത്തെ കാര്യം എന്റെ കൂടെ വരണേ, ദൈവത്തിൽ ആശ്രയിക്കുക. ആർക്ക് വേണ്ടിയാ വഴി തുറക്കുന്നേ? 1, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി. 2, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. സ്തോത്രം.
ദൈവത്തിന്റെ വഴി എല്ലാവർക്കും ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ തുറക്കപ്പെടണമെങ്കിൽ, കാണണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കേ ആ വഴി കാണാൻ പറ്റൂ. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അങ്ങനെയല്ല. സ്തോത്രം. അതൊന്നും മനസ്സിലാക്കി തരാൻ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലേക്ക് വരണേ. 24 അധ്യായം അതിന്റെ 27 വാക്യം കണ്ടോ. 24 ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിന്റെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ എലയാസർ എന്ന ബാല്യക്കാരൻ അവിടെ പറയുന്ന ഒരു വാക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഈ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നല്ലോ യഹോവ എന്നെ ഈ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നല്ലോ. നിങ്ങൾ ആ പദം കണ്ടോ? നടത്തിക്കൊണ്ടുവന്നല്ലോ. സ്തോത്രം. ഈ സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു വിടാം. യജമാനന്റെ വീട്ടിൽ ഒരു മകനുണ്ട്. മകന് വിവാഹപ്രായമെത്തി. അബ്രഹാം ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് ഒരു പെൺകൊച്ചിനെ കൊണ്ടുവരണം. പക്ഷെ ഇവിടെ നിന്നും എടുക്കാൻ പാടില്ല. എന്റെ നാടുണ്ട്, അവിടെ പോയി എന്റെ കുടുംബത്തിലുള്ള ആരെയെങ്കിലും കണ്ട് അവരിൽ നിന്ന് ഒരു പെൺകൊച്ചിനെ കൊണ്ടുവരണം. എല്ലാവരും എന്റെ കൂടെ വരണേ. സ്തോത്രം. എലയാസറിന്റെ മുമ്പിൽ 2 ഘടകങ്ങൾ, 2 പ്രതികൂലങ്ങൾ എലയാസറിന്റെ മുമ്പിലുണ്ട്. ഒന്ന്, അബ്രഹാമിന്റെ കുടുംബക്കാരെ കണ്ടെത്തുക എന്നുള്ളത്. 2, അവിടെ ചെന്ന് ഇത് പറയുമ്പോ പെങ്കൊച്ച് വരിക എന്നുള്ളത്. അതവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. അബ്രഹാമിനോട് ആ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പെങ്കൊച്ചിനെ കണ്ടെത്തി വിളിക്കുമ്പോ അവൾ വന്നില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് ഒഴിവുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ എലയാസറിന്റെ മുമ്പിലെ 2 പ്രശ്നങ്ങൾ. ഒന്ന്, യാത്ര ചെയ്ത് അവിടെ ചെന്ന് അബ്രഹാമിന്റെ കുടുംബക്കാരെ കണ്ടെത്തുക. കാരണം അബ്രഹാം വിട്ടിറങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായതാ. ഇപ്പൊ അവരവിടെ ഉണ്ടോ, അതോ അവരും അവിടുന്ന് മാറിപ്പോയോ, അവരിപ്പൊ എവിടാ? ഇതൊന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഒത്തിരി പുരോഗമിച്ചതാ. ഇപ്പം മാത്യു ജോണച്ചാൻ എനിക്ക് അവരുടെ വീടിന്റെ അഡ്രസ്സ് തന്ന നിമിഷ നേരം കൊണ്ട് എനിക്ക് അവിടെ ചെല്ലാം. ഞാൻ പറയും അവിടുത്തെ ആ ലൊക്കേഷൻ അല്ലേ, കറണ്ട് ലൊക്കേഷൻ എനിക്കൊന്ന് ഇട്ട് തന്നേ അല്ലേ. എന്റെ ഫോണിൽ നിന്ന് ഓണാക്കും. ഇത്ര മിനിറ്റ് കൊണ്ട്, ഇത്ര സമയം കൊണ്ട് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റും അല്ലേ. പക്ഷെ അന്ന് എലയാസർ പോകുമ്പോ അബ്രഹാം അവിടുത്തെ വീടിന്റെ ലൊക്കേഷൻ ഒന്നും കൊടുത്തില്ല. കാരണം അന്ന് കിട്ടാൻ വഴിയില്ല. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഇല്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ഒന്നുമില്ല. ഒത്തിരി റിസ്കുകൾ എടുത്തു പോകേണ്ടതാണ്. പക്ഷെ എലയാസർ പോകുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. എന്നെ കൊണ്ടെത്തിക്കേണ്ട ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, എന്താ ദൈവത്തിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ അറിയാമോ? എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, എവിടെ ചെല്ലുന്നതെന്ന് അറിയത്തില്ല, അവരെ കണ്ടു കിട്ടുമോ എന്നറിയത്തില്ല. എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് യാത്ര തിരിക്കുന്നതിനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യം വിടാം. ഞാനായിരുന്നെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാം നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒന്ന്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ കൊണ്ട് കണ്ടെത്താൻ, നിങ്ങൾ വിട്ടിട്ട് വന്ന വീട് ഞാൻ എങ്ങനെ പോയി കണ്ടെത്തുന്നത്, ഇനി അവിടുന്ന് അവരെ എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തേനെയായിരുന്നു, ഒഴിഞ്ഞു പോയതിനേമായിരുന്നു. പക്ഷെ എലയാസർ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. അവന്റെ യാത്ര മുഴുവൻ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്ത് ദൈവത്തിൽ സമർപ്പിച്ചത് കൊണ്ട് 27 വാക്യം ഇങ്ങനെ പറഞ്ഞു നിർത്തി, എന്റെ യജമാനന്റെ യഹോവ എന്നെ ഇവിടെ നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാ, പ്രതികൂലത്തിനകത്ത് നിന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഉയരത്തിലൊരു കർത്താവുണ്ട്. ഓ ജീസസ്. ഈ വാക്യത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എലയാസറിന്റെ സകല വിഷയവും ആരിൽ ഏൽപ്പിച്ചു? അബ്രഹാമിലല്ല, അബ്രഹാമിന്റെ ദൈവത്തിൽ സമർപ്പിച്ചു.
ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, എലയാസറിന്റെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തിട്ട് എലയാസറിനോട് ചോദിച്ചേ, എലയാസറെ ഈ യാത്രയിൽ നിനക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? എലയാസർ പറയും, ഇല്ല, ഒരു ടെൻഷനും ഇല്ല. നിനക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? നിനക്ക് മറുപടിയോടെ തിരിച്ചു വരാമെന്ന് ചിന്തയുണ്ടോ? എലയാസർ പറയും, എനിക്ക് ഒരു ചിന്തയില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ കഴിവനുസരിച്ചല്ല ഞാൻ ഈ യാത്ര ചെയ്യുന്നത്, എന്റെ ദൈവത്തിൽ ആശ്രയിച്ച ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കഴിവുകൾക്കപ്പുറത്ത് ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവം ചിലയിടത്ത് നിങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവനോട് പറയുന്നു, നിങ്ങളുടെ നന്മയുമായി കണക്ട് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ദൈവത്തിന്റെ ചില പദ്ധതികളിലേക്ക്, ദൈവത്തിന്റെ ചില വഴികളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഈ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാള് മറ്റൊരാളുടെ കയ്യിൽ പിടിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഈ നടത്തിക്കൊണ്ടുപോകുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വലിച്ചോണ്ട് പോകത്തില്ലേ? അവര് പള്ളി വന്നിട്ട് പറയത്തില്ലേ, എന്റെ മമ്മി പപ്പ എന്നെ കൊണ്ടുവന്നതാന്ന് എന്ന് പറയുന്നത് പോലെ എലയാസർ പറയുന്നേ, ഞാൻ എന്റെ കഴിവ് കൊണ്ടല്ല ഇവിടെ നടന്നെത്തിയത്, എത്തേണ്ടിടത്തെത്തിയത് ദൈവം കൊണ്ടെത്തിച്ച. എന്തോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തോണേ. സ്തോത്രം. ഇന്ന് പകൽ വളരെ ശാന്തമായി ഞാൻ പ്രസംഗിക്കുന്നേ. ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകൾ ജനിക്കുന്നതിന് മുൻപേ അവരെ എത്തിക്കേണ്ട ചില പദ്ധതികൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് വിടാതെ നിൽക്കുന്ന ചില പൈശാചിക മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വചനത്തിലൂടെ ആ ദൂത് കൈമാറി പ്രസംഗിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ ബലം പ്രയോഗിച്ച് ചിലരെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. എലയാസർ എത്തേണ്ട വീട്ടിലെത്തിയേ, എത്തേണ്ടിടത്താ എത്തിയത്. അതുകൊണ്ട് എലയാസർ പറഞ്ഞ ദൈവം എന്നെ നടത്തിക്കൊണ്ടുവന്നെന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 2026 കഴിയുന്നതിന് മുൻപ് ചില കുടുംബങ്ങൾക്കകത്ത്, ചില തലമുറയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയാണ്. അവർ ജനിക്കുന്നതിന് മുൻപ് ദൈവം എഴുതി വെച്ച ചില വഴികളുടെ പൂർത്തീകരണം അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എന്നോട് ചേർന്ന് സ്തോത്രം പറഞ്ഞോണം. ഇനി നാളെ നിങ്ങൾ വേദനിക്കേണ്ടി വരത്തില്ല, നാളെ നിങ്ങൾ കരയേണ്ടി വരത്തില്ല. എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്താ കർത്താവ് ഒരു വഴി ഒരുക്കാത്തത് എന്ന് പറഞ്ഞ് കരയേണ്ടി വരത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ചിലയിടത്ത് കർത്താവ് കൈപിടിച്ച് കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ എത്തിയിടത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എത്തിയതാണോ? എനിക്ക് പറയാൻ പറ്റും കേട്ടോ, എനിക്ക് പറയാൻ പറ്റും. ഇന്ന് ഞാൻ എത്തിയതൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം പിടിച്ചു കൊണ്ടെത്തിച്ചതാ. എനിക്കറിയാം ഇതിനകത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില കുടുംബങ്ങൾ വളരെ പ്രതികൂലങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ അടുത്ത ദിവസം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച ചില മേഖലയ്ക്കകത്ത് എല്ലാം തകർന്നു എന്ന് ചിന്തിച്ചതിനകത്ത് തലമുറകൾക്ക് നല്ല ഭാവി നൽകി ദൈവിക കരങ്ങൾ വെളിപ്പെട്ട് ചിലയിടത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യെ പിടിച്ചു കൊണ്ടെത്തിച്ച കർത്താവ് തീർന്നു എന്ന് ചിന്തിച്ചിടത്ത് നിന്ന് അടുത്തൊരു വഴിയിലേക്ക് നിങ്ങളുടെ കരത്തെ പിടിച്ചു കൊണ്ടുപോയ ഒരു കർത്താവില്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആ ദൂത് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് കർത്താവ് തന്നെ കൊണ്ടുപോയിക്കോളും കേട്ടോ. കർത്താവ് തന്നെ കൊണ്ടുപോയിക്കോളും. ഓ ജീസസ്. അത് താഴോട്ട് വായിക്കുമ്പോ ഇങ്ങനെ ഒരു വാക്യം കൂടെ ഉണ്ട്, എന്റെ വഴിയെ സഫലമാക്കിയ ഒരു കർത്താവ്. എലയാസർ അങ്ങനെ പറയുന്നേ, എന്റെ വഴിയെ ദൈവം എന്ത് ചെയ്തു?
സഫലമാക്കി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ദൂതൻ കൈമാറി പറയുകയാണ്, ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ ചില വഴികൾ സഫലമാകാൻ പോകുകയാണ്, പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു പറയുമ്പോ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഇല്ല, ചിലത് പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്, ചിലത് സഫലമാകാൻ പോകുകയാണ്. സമയം വളരെ വേഗത്തിൽ പോകുന്നല്ലോ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വഴി തുറക്കപ്പെടും. രണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവിക വഴികൾ തുറക്കപ്പെടും. മൂന്നാമത്തത്, ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദേശത്ത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും, രണ്ട്, നന്നായിരിക്കേണ്ടതിനും, ആ ദേശത്ത് ദീർഘായുസോടിരിക്കേണ്ടതിനും, അവിടെ കൈവശമാക്കേണ്ടതിനും ദൈവം തന്ന എല്ലാ വഴികളിലും അവനെ അനുസരിച്ച് നടക്കണം. മൂന്നാമത്തത്, ദൈവിക വഴികൾ തുറക്കപ്പെടണമെങ്കിൽ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവിക വഴികൾ തുറക്കപ്പെടുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പദം കൂടെ ഉണ്ട്, നിങ്ങൾ നോക്കണേ. 11:8 എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ, അവിടെ ഇങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ. അടുത്ത വാക്യം ഒന്ന് വരയിട്ടേക്കണം. അടുത്ത വേട് അനുസരിച്ച്. കണ്ടോ, നിങ്ങളുടെ പദം കണ്ടോ? അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഈ ഭാഗത്തേക്ക് ഒറ്റ നിമിഷം എളുപ്പം എന്റെ കൂടെ വരണേ. അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമെ നീ എവിടോട്ടാ പോന്നേ? അബ്രഹാം പറയും, എനിക്കറിയത്തില്ല. എങ്ങോട്ടാ പോന്നേന്ന് അറിയത്തില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ പോകാൻ പുറപ്പെട്ടെ? തേജോമയനായ കർത്താവിനോട് പറഞ്ഞു പുറപ്പെടാൻ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാം വാക്യം, തേജോമയനായ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സ്വന്തം ദേശവും പൃഥുഭവനവും എല്ലാം വിട്ട് നീ എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ഈ അനുസരണം എന്നൊക്കെ പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാം കണ്ടിട്ടുള്ള യാത്രയല്ല, കർത്താവിന്റെ ശബ്ദമാണെന്ന് ഉറപ്പ് വന്നാൽ ഒന്നും കണ്ടില്ലെങ്കിലും കാലുവെക്കുന്നതാണ് അനുസരണത്തിന്റെ യാത്ര. ഞാൻ ഒറ്റ വാക്ക് നിങ്ങൾക്ക്, ഞാൻ സമയം പോകുന്നല്ലോ, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു വിടാം. ഇതനുസരിച്ചത് കൊണ്ട് അബ്രഹാമിന് എന്താ ഉണ്ടായെന്നറിയോ? 3 അനുഗ്രഹങ്ങളാ അബ്രഹാമിന് കിട്ടിയേ. ഒന്ന്, ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ എന്റെ സ്വന്തം ജനമാക്കിയിരിക്കുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അനുസരണത്തിന്റെ 1-ാമത്തെ അനുഗ്രഹം എന്താണെന്നറിയോ? ആ ജനത്തെ ദൈവത്തിന്റെ ജനമാക്കി മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി ജാതികൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ അനാക്യ മല്ലന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ലോകത്തിലെ ഏറ്റവും ബലശാലികളായ യോദ്ധാക്കന്മാർ അനാക്യമല്ലന്മാരാ. നിങ്ങൾ ബൈബിളിൽ ഒത്തിരി ഇടത്ത് ആ ഭാഗം കണ്ടു കാണും. ഞാൻ ചോദിച്ചു ദൈവത്തോട്, ദൈവം തെരഞ്ഞെടുത്തപ്പോ എന്താ ഈ ബലമുള്ളവരെയും ഈ കഴിവുള്ളവരെയും ഒക്കെ തെരഞ്ഞെടുക്കാതെ വെട്ടുക്കിളി പോലെ തനിക്ക് തന്നെ തോന്നുന്നവരെ തെരഞ്ഞെടുത്തത്? ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ആ ചിന്ത മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഇസ്രായേൽ ജനം അനാക്യ മല്ലന്മാരെ കണ്ടിട്ട് അവര് പറഞ്ഞത്, ഞങ്ങൾ ആരെ പോലെ തോന്നുന്നു? ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലാണ് ഞാൻ പറഞ്ഞത്. അന്നേരം അനാക്യ മല്ലന്മാരെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് തെരഞ്ഞെടുത്തപ്പോ ഈ ബലമുള്ളവരെ, നീളമുള്ളവരെ,
യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരെ എന്താ തെരഞ്ഞെടുക്കാഞ്ഞേ? കർത്താവിനോട് പറഞ്ഞു, അവരെ തെരഞ്ഞെടുക്കാത്തതിന് കാരണം അവർ എന്നെ അനുസരിക്കത്തില്ല. ഇന്ന് പകൽ വെട്ടിക്കിളിയെ പോലെ തോന്നിയ ജനത്തെ ദൈവം എന്താ തെരഞ്ഞെടുത്തെന്നറിയോ? സ്വന്തം ജനമാക്കിയെന്നറിയാമോ? അതിന്റെ പിന്നിൽ വില കൊടുക്കാൻ ഒരു അപ്പനുണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂത് ഞാൻ പറയുകയാണ്, മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറയെ ദൈവത്തിൻ്റെതായി ദൈവം തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ ദൈവത്തിൻ്റെതായിട്ട് തെരഞ്ഞെടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. സ്തോത്രം. ഇന്ന് പകൽ ഒറ്റ കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെതായിട്ട് ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഈ ഞങ്ങളുടെ വീട് കോന്നിയില്ല. കോന്നിന്ന് ഇച്ചിരി അകത്തോട്ട് കയറി പോകുമ്പോഴൊക്കെ വനമുണ്ട്. അവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഒത്തിരി തടികള് വനത്തിനകത്തൊന്ന് വെട്ടി റോഡിലിട്ടിട്ടുണ്ട്. പക്ഷേ അതുവഴി പോകുന്ന ഒറ്റ മനുഷ്യർ ആ തടി എടുത്തോണ്ട് പോകത്തില്ല. രാത്രി വന്ന് ഒറ്റ മനുഷ്യരെടുത്തോണ്ട് പോകത്തില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ ഗവൺമെന്റിന്റെ ഒരു സീലുണ്ട്. എവിടെ കൊണ്ടിട്ടാലും നിമിഷ നേരം കൊണ്ട് എടുത്തോണ്ട് പോയവരെ ഉൾപ്പെടെ, ആ തടി ഉൾപ്പെടെ തിരിച്ച് ഗവൺമെന്റ് കൊണ്ടുവരും. കാരണം എന്താ? അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലിയ ദൂതൊന്നും പറയാനില്ല കേട്ടോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെതാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ തലമുറയെങ്കിൽ ഒറ്റ മനുഷ്യനും തൊടാൻ അനുവാദം കൊടുക്കത്തില്ല. ഓ ജീസസ്. കഷ്ടതയ്ക്കോ ദുഃഖത്തിനോ കണ്ണുനീരിനോ വേദനയ്ക്കോ ഒക്കെ ദൈവം കൊടുത്തൊരു അവസരമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിക്കകത്തുള്ളതാണെങ്കിൽ, ദൈവത്തിൻ്റെതാണെങ്കിൽ ഇന്ന് പകൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അബ്രഹാമേ, നീ ദൈവത്തിന് വേണ്ടി അനുസരിച്ചത് കൊണ്ട്, എവിടോട്ട് പോകണമെന്നറിയാതെ ഇറങ്ങി ദൈവത്തെ അനുസരിച്ചത് കൊണ്ട്, നിന്റെ തലമുറകളെ, ഭാവിയിലുള്ള സകല തലമുറയും എന്റേതാക്കി ഞാൻ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞു പോയി നിൽക്കുന്ന തലമുറയെ നോക്കിയിട്ട് ആത്മാവിൽ വിളിച്ചു പറ, അവൻ ദൈവത്തിൻ്റെതാ. അവന് വേണ്ടി വഴിയൊരുക്കുന്ന ഞാനല്ല, എന്റെ ദൈവം അവന് വേണ്ടി വഴിയൊരുക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ഇത് പറയുമ്പോ ചില പോരുകളെ കർത്താവ് അഴിക്കുകയാണ്, ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുകയാണ്, ഒരു ദൈവപ്രവർത്തിയുടെ അടുത്ത മേഖലകൾ കർത്താവ് തുറക്കുകയാണ്. ജലാധര അർത്ഥമനകല ഘടക സാന്ദജലാരക. അന്നേരം അബ്രഹാം അനുസരിച്ചത് കൊണ്ട് ഒന്നാമത്തെ ഗുണം സ്വന്തം ജനമാക്കി. രണ്ടാമത്തെ ഗുണം, ലോകത്തിലെ ഏറ്റവും നല്ല പ്ലേസ് ഏതാണെന്നറിയോ? കനാൻ നാടാ. നിങ്ങൾ വായിച്ചാൽ മതി. ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ ഏറ്റവും നല്ല പ്ലേസ് കനാൻ നാടാ. അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാ, അല്ലേ? ഏറ്റവും നല്ല ദേശം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കുഞ്ഞെ, നീ അനുസരിച്ച് ഇറങ്ങിയത് കൊണ്ട് നിനക്ക് തരുന്നത് ഏറ്റവും നല്ല ദേശമായിരിക്കും. എന്തോ ദൈവാത്മാവനോട് പറയുന്നു. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞോണം കേട്ടോ. നിങ്ങൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കുന്നത് ഏറ്റവും നല്ല ദേശം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നന്മ. ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ സകലതും കഷ്ടതയായിരിക്കാം, സകലതും ദുഃഖമായിരിക്കാം, സകലതും വഴിയടഞ്ഞതായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഏറ്റവും നല്ല ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ പറയട്ടെ. അവന്റെ തലമുറയെ മുഴുവൻ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാം, മാതാപിതാക്കളെ, നിങ്ങൾ ഇതിനകത്ത് വില കൊടുത്തായിരിക്കുന്നേ. ഇന്ന് പകൽ നിങ്ങൾ എഴുതിയിട്ടോ, നിങ്ങളുടെ തലമുറകളെ അല്ലാതെ പിന്നെ ആരെയാ കർത്താവ് മാനിക്കേണ്ടത്? ആരെയാ കർത്താവ് അനുഗ്രഹിക്കേണ്ടത്? ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ കണ്ടതിനൊക്കെ അപ്പുറത്ത് കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത്
അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വഴികൾ കർത്താവ് തുറക്കുകയാണ്. ഒത്തിരി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് തൊട്ട് പറയുന്നു, ഭാരപ്പെടേണ്ട കേട്ടോ, ഇന്ന് കണ്ടതൊന്നും ഒരു അവസാനമല്ല കേട്ടോ. അടുത്തൊരു അധ്യായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു അധ്യായം തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ശൂന്യമായ ചില മേഖലക്കകത്ത് കർത്താവിന്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. സ്വന്തം ജനം, നല്ല ദേശം, നല്ല തലമുറയുടെ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അബ്രഹാമിനോട് കൊടുത്തിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഇതെല്ലാം നിനക്ക് തരാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ വിളിച്ചപ്പോ എങ്ങോട്ട് പോകണമെന്നറിയാതെ നീ ഇറങ്ങിയില്ലേ? ഇന്ന് ദേവദാസൻ പ്രാർത്ഥനയ്ക്ക് വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ കേട്ടു, ഇതിനകത്ത് വിശ്വാസത്തിൽ ഒറ്റയ്ക്കുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് പോലെ സന്തോഷത്തിലൊന്നുമല്ല ഇതിനകത്ത് കയറുന്നത്. ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്ത ഇതിനകത്ത് മീറ്റിംഗിൽ കയറുന്നത്. സ്തോത്രം. ഇന്ന് പകൽ അവരോട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം പറഞ്ഞിട്ടാ നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഞാൻ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനി ഒരു 5-6 കാര്യങ്ങളൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചത് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിന്റെ വഴി ഒരുക്കപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിന്റെ വഴി ഒരുക്കുന്നത്. ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത്, ഈ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പറഞ്ഞ ദൂത് ഞാൻ ആത്മാവിൽ കൈമാറി പ്രസംഗിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിച്ച് ഇനി ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇതിന് ഈ സൂം മീറ്റിംഗ് അവസാനിപ്പിക്കാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിയോഗത്തിനകത്ത് ഞാൻ പറയുകയാണ്, ചില വിഷയത്തിനകത്ത് കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം എഴുതി വെച്ച ചില പദ്ധതികൾ തുറക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം എഴുതി വെച്ച ചില പദ്ധതികൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ചില വഴികൾ തുറക്കപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ ജയമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ശത്രു ചില വഴികൾ തരത്തില്ലെന്ന്, ചില അവകാശങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്, ദൈവത്തിന്റെ വഴി ഉയർന്നതാണ്, ദൈവത്തിന്റെ വഴി കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് ഈ കുടുംബങ്ങളുടെ മേൽ, ഈ മിനിസ്ട്രിയുടെ മേൽ, ഈ ദൈവസഭയുടെ മേൽ ഇന്ന് പകൽ തുറന്നു വരാൻ അങ്ങ് തന്ന അധികാരത്തിൽ, ആത്മമണ്ഡലത്തിന്റെ അധികാരത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ തുറന്നിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം അവസരം ഒരുക്കി തന്ന ദൈവദാസനും പ്രത്യേകിച്ച് ഇതിനകത്ത് ജോയിൻ ചെയ്ത